ഹലോ ഹായ്. ബേസിൽ ജോസഫിൻ്റെ ആദ്യ പ്രൊഡക്ഷൻ സംരംഭമായ അതിരടി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അരുൺ അനിരുദ്ധനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പോൾസൺ സ്കറിയയും അതുപോലെ തന്നെ അരുൺ അനിരുദ്ധനും കൂടിയാണ് കഥ എഴുതിയിരിക്കുന്നത്. ചമൻ ചാക്കോ എഡിറ്റ് ചെയ്തിരിക്കുന്നു. DOP സാമുവൽ എൻട്രി, ക്യാമറ ചെയ്തിരിക്കുന്നത് സാമുവൽ എൻട്രി, അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ വലിയൊരു കാസ്റ്റോട് കൂടിയ വലിയൊരു താരനിരയോട് കൂടി വന്ന സിനിമയാണ്. എന്താ പറയുക, ബേസിൽ ജോസഫ്, അതുപോലെ ടൊവിനോ, വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, ദർശന, വിഷ്ണു ദോസിയ, അങ്ങനെ വലിയൊരു താരനിരയോടുകൂടി വന്ന സിനിമ. ഒരു ക്യാമ്പസ് മൂവി മുഴുവനായിട്ട് ക്യാമ്പസ് മൂവിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രധാന പശ്ചാത്തലം ക്യാമ്പസ് തന്നെയാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഉം, എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചാൽ ഇത്തിരി പ്രശ്നമാണ്. എൻ്റെ ഉള്ളിൽ തന്നെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഒരു പരിപാടിയായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. കുറേ ഏരിയ കൊള്ളാം. കുറേ ഏരിയ ഭയങ്കര ഒരു കോമാളിക്കളിയൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഈ ബേസിലും അതുപോലെ തന്നെ ടൊവിനോ, വിനീത് ശ്രീനിവാസൻ, ഇവരുടെയൊക്കെ ഒരു സൗഹൃദം ഉണ്ടല്ലോ, ഷാൻ റഹ്മാൻ, അവരുടെയൊക്കെ ഒരു സൗഹൃദം ഉണ്ടല്ലോ. ഈ സൗഹൃദം ത്തില് അവർ കൊണ്ടുവരുന്ന കുറേ അവർ ഇൻ്റർവ്യൂലൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇവരുടെ ഒരു കെമിസ്ട്രി പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഈ തമാശ പരിപാടി. അത് വെച്ചിട്ട് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഫോഴ്സ്ഫുള്ളായിട്ട് അങ്ങനത്തെ കുറേ കോമഡികൾ മനഃപൂർവ്വം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിട്ടൊക്കെ എനിക്ക് അങ്ങനെ തോന്നി. കുറേ ഏരിയയിൽ അങ്ങനെ ഒരു കോമാളിക്കളി പരിപാടികൾ. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ട്ടോ. അത് അത് എൻജോയ് ചെയ്യുന്നവർക്കൊക്കെ അത് എൻജോയ് ചെയ്യാം. ഞാനിത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷേ നല്ല കോമഡികൾ ഉണ്ടെന്നാലും കുറേ സ്ഥലങ്ങൾ ചിരിക്കാനുണ്ട് ട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ ചിരിക്കാനുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങൾ ഇവരെ കൊണ്ടൊന്ന് മനഃപൂർവ്വം ഇങ്ങനെ ഫോഴ്സ്ഫുള്ളായിട്ട് കോമഡി പറയിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ സ്ക്രിപ്റ്റ് വാസ് ഓക്കെ. എനിക്ക് ഇത് ഭയങ്കര രസമായിട്ട് തോന്നിയൊരു സംഭവം, നമ്മുടെ കുസാറ്റിൽ നടന്ന കോളേജിൽ ഒരു പ്രശ്നം. എന്താ പറയാ, മറ്റേ സംഗീത പരിപാടി നടത്തുന്ന സമയത്ത് അവിടെ തിക്കിലും തിരക്കിലും പെട്ട് കുറേ വിദ്യാർത്ഥികൾ മരിക്കുകയുണ്ടായിരുന്നല്ലോ. അതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഇവരുടെ കഥ തുടങ്ങുന്നത്. അത് ഗംഭീരമായിട്ട് അവർ തുടക്കത്തിൽ അടിപൊളിയായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെന്നങ്ങ് പോകുമ്പോ പടം ഇങ്ങനെ പറഞ്ഞ് ഓരോ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സിറ്റുവേഷനൊക്കെ പോയി ഇത് എവിടെയും എത്താത്ത പോലെയൊക്കെ തോന്നി. പിന്നെ കുറേ കഴിഞ്ഞ് ടൊവിനോൻ്റെ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് പടത്തിൽ കുറച്ചും കൂടി പക്ഷേ എന്നിട്ടും ടൊവിനോൻ്റെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെയും പിടിതരാതെ പിന്നെയും ഇങ്ങനെ നീണ്ട് പോയി ഒരു ഇൻ്റർവെൽ പഞ്ചാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏകദേശം ഇതാണ് പരിപാടി എന്നുള്ളത്. കുറേ സിനിമകളിലെയൊക്കെ മനസ്സിൽ നമുക്ക് വരും. അയ്യപ്പനും കോശി അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ നമുക്ക് തോന്നും. പിന്നെ പ്രെഡിക്റ്റബിൾ ആണ് സിനിമ. ടോട്ടലി പ്രെഡിക്റ്റബിൾ ആണ്. പിന്നെ എനിക്ക് തോന്നിയത് ഈ പുതിയ കാലത്തെ കുറേ ട്രെൻഡ് അതെനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി കേട്ടോ. ഈ റെഡ് ഫ്ലാഗ് പോലെയുള്ള പുതിയ കാലത്തെ ന്യൂജൻ ജെൻസി പിള്ളേരുടെയൊക്കെ ട്രെൻഡി വേർഡുകളൊക്കെ അവർ ഇതിനകത്ത് ഗംഭീരമായിട്ട് പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ കാട്ടാക്കട ഇപ്പം ട്രെൻഡായിട്ട് നിന്നിരുന്ന കാട്ടാക്കട എവിടെടാ വീട് എന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അത് വളരെ റീസെൻ്റിലായിട്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അത് ട്രെൻഡായിട്ട് വന്നത്. ഈ സിനിമയിൽ ആ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോൾ ഷൂട്ട് ചെയ്തതായിരിക്കും? സിനിമ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് മുമ്പായിരിക്കുമല്ലോ ഷൂട്ടിംഗ് പ്രോസസ്സ് തന്നെ വരുന്നത്. അപ്പോൾ അത് എങ്ങനെ ട്രെൻഡായിട്ട് നിൽക്കുമ്പോൾ ആ സിനിമയിൽ എങ്ങനെ കൊണ്ടുവന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന ഡബ്ബിങ്ങിൽ കൊണ്ടുവന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ഗംഭീരമായിട്ട് അങ്ങനത്തെ പുതിയ കുറേ പരിപാടികൾ, പുതിയ ജെൻസി പിള്ളേരുടെ കുറേ കോമഡികൾ, അങ്ങനത്തെ വേർഡുകളൊക്കെ വെച്ചിട്ടുള്ള കോമഡികൾ, അത് എല്ലാവർക്കും അത് പിടിച്ചെടുക്കാൻ പറ്റണമെന്നില്ല. കാരണം അത്തരം വേർഡുകളൊക്കെ മനസ്സിലാക്കുന്നവരുടെയൊക്കെ ഒരു ഒരു തിങ്ക് പോലെ ഇരിക്കും പരിപാടി. പക്ഷെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവരുടെ ഈ കോമഡികൾ കുറച്ച് ഫോഴ്സ്ഫുൾ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ച് കോമാളി പരിപാടി. കുറച്ച് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു ഒരു 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 ആഘോഷ പരിപാടികളൊക്കെ ഉണ്ട് കുറേ അവിടെ ഇവിടെയൊക്കെ. പിന്നെ ക്ലൈമാക്സിൽ എനിക്ക് തോന്നിയത് വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. സ്വാഭാവികമായിട്ടും ഫീൽ ഗുഡ് പരിപാടികളുടെ മോശമാണെന്നല്ല കേട്ടോ, ഫീൽ ഗുഡ് പരിപാടികൾ കൊള്ളാം. പക്ഷേ കുറേ ഏരിയകൾ ക്രഞ്ച് പരിപാടിയായിട്ട് എനിക്ക്, പ്രത്യേകിച്ച് റിയ ഷിബുവിൻ്റെ ക്യാരക്ടർ ഒരു ടിപ്പിക്കൽ ഒരു കോളേജ് നായിക, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഈ സ്റ്റോറി തന്നെ ഒരു പുതുമയില്ലാത്തൊരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു ടിപ്പിക്കൽ ഒരു നായിക, അതിനപ്പുറത്തേക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ക്ലൈമാക്സിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലവ് പരിപാടി, അത് ഭയങ്കര ക്രഞ്ചായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വിനീത് ശ്രീനിവാസൻ ക്ലൈമാക്സിൽ ഭാഗത്ത് ഡയറക്റ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഫീൽ ഗുഡ് പരിപാടികൾ കൂടി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് വിഷ്ണു അവസ്ഥയാണ്.
ഗംഭീര ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു ഇമോഷണലി അദ്ദേഹം പൊട്ടിക്കരയുന്ന ഒരു സീനുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വിഷ്ണു ഗംഭീര ഒരു ആർട്ടിസ്റ്റാണ്. ഇതിൽ ഗംഭീരമായിട്ട് ആള് ചെയ്തിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ്. പിന്നെ ടോവിനോൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പലയിടത്തും ടോവിനോൻ്റെ ക്യാരക്ടർ അത്ര അങ്ങ് പിടിക്കാൻ പറ്റിയിട്ടില്ല. ആഹ് ഇയാളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളായിട്ട് കുറേ പരിപാടികൾ ചെയ്യിപ്പിക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കോമഡി പരിപാടി കേട്ടോ. കാരണം അവര് ആദ്യം കാണിച്ചിട്ടുള്ളത് ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്ന സീനൊക്കെ ഉണ്ട്. ഇയാള് ഭയങ്കര ക്രൂര ഗുണ്ടയാണെന്നൊക്കെ പറയുന്ന ഒരു പരിപാടി പറയുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞതിന് ശേഷവും ഇയാള് കാണിച്ചു കൂട്ടുന്നത് ഒരു കോമാളി പരിപാടി, ഒരു കോമാളി ഗുണ്ടനെ പോലുള്ള ബിഹേവിയറൊക്കെ നമുക്ക് എന്തോ അങ്ങനെ അവതരിപ്പിച്ചതിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ചിലയിടത്തൊക്കെ ഭയങ്കര പിന്നെ പൊതുവെ ഒരു ഏർപിടുത്തം പരിപാടിയൊക്കെ എനിക്കങ്ങനെ ഫീൽ ചെയ്തു. എനിക്ക് അത്ര അങ്ങോട്ട് സ്യൂട്ടായില്ല. ഷാൻ റഹ്മാൻ ആസ് യൂഷ്വൽ കുഴപ്പമില്ല പരിപാടി. ഈ പറയുന്ന ഫോഴ്സ്ഫുള്ളായിട്ട് കോമഡി ചെയ്തതിൻ്റെ പ്രശ്നം മാത്രമുണ്ട്. വിനീത് ശ്രീനിവാസൻ അവസാനം പാട്ടൊക്കെ പാടി അത് നമ്മൾ പ്രതീക്ഷിക്കും ഇതായിരിക്കും പരിപാടി. മറ്റേ നരനിലെ പാട്ടൊക്കെ പാടി അതായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഫുൾ സ്റ്റോറി പ്രഡിക്റ്റബിളാണ് പരിപാടി. പക്ഷേ ഇതെന്താ വെച്ചാൽ മൊത്തത്തിൽ ഇതൊരു ഹുക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. ഈ പടത്തിൽ കുറേ ഹുക്കിട്ട് പോകുന്നുണ്ട്. ലാഗൊന്നുമില്ല പടത്തിൽ. പക്ഷെ എന്നാൽ പോലും ഈ പറയുന്ന ചില സ്ഥലത്ത് കണക്ഷൻ മിസ്സാവുന്നു. ഇതെവിടെയാണ് ഇവർ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ തോന്നി. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും ഒരു എന്താ എങ്ങും എത്താത്ത പോലെയൊക്കെ തോന്നി. ഹുക്ക് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ടെങ്കിലും എവിടെ എത്തുന്നില്ലാത്ത പോലത്തെയൊക്കെ ഫീലൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അത് കുറേ കൂടി ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അങ്ങനെ തോന്നുകയാണെന്ന് തോന്നുന്നു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. പടം മൊത്തത്തിൽ ഓക്കെ ഫീൽ. അതിനപ്പുറത്തേക്ക് തീരെ മോശമാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്കൊരു ഓക്കെ ഫീൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. വിഷ്ണു വിജയ് നല്ല വർക്കായിരുന്നു, ഡീസൻറ്റ് വർക്കായിരുന്നു. പല സ്ഥലത്തും ആ ഒരു ഋതമൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സോങ് ഓക്കെ ഫീൽ എന്നുള്ളൊരു പരിപാടിയായിരുന്നു. ഈ അമ്മ പുതപ്പ് എന്ന് പറയുന്ന ഒരു പല സ്ഥലത്തും ഈ ടൊവിനോ പാടിക്കൊണ്ട് പോകുന്ന പാട്ട് അത് ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ വോയിസിൽ അത് ഒരു ഓളത്തിൽ അത് രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ആദ്യമൊക്കെ കേട്ടപ്പോൾ അത്ര അങ്ങ് വലിയ സുഖമായിട്ട് തോന്നിയില്ല. അത് ഓക്കെ ആയിരുന്നു, ജസ്റ്റ് ഓക്കെ ആയിരുന്നു പരിപാടി. അങ്ങനെ ടോട്ടലി ചമൻ ചാക്കോൻ്റെ എഡിറ്റിംഗ് ഒക്കെ വളരെ രസകരമായിട്ടായിരുന്നു. ഒരു ഡോറ് തുറന്നു വരുന്ന ബേസിൻ്റെ ഒരു സീനുണ്ട്. റൂമിലേക്ക് പോയിട്ട് ഫസ്റ്റ് ഇയറിൽ ബേസിൽ റൂമിലേക്ക് കയറിയിട്ട് സെക്കൻഡ് ഇയർ ലാസ്റ്റ് ഇയർ ഡോറ് തുറന്നു വരുന്ന ആ സീനൊക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ ടോട്ടലി കുറേ പരിപാടികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ ഒരു മിസ്സിങ് ഫീൽ തോന്നൂലേ, അതായിട്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. തീരെ മോശമൊന്നും അല്ലാത്ത, വേണമെങ്കിൽ വൺ ടൈം വാച്ചബിളായിട്ട് തിയേറ്ററിൽ കാണാവുന്ന ഒരു ആവറേജ് പരിപാടി എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്.